ഒന്ന് സൂറത്ത് ആൽ ഇംറാൻ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽമുത്തഖീൻ الذين ينفقون في السراء والضراء. അല്ലെ സ്വർഗം ആകാശഭൂമികൾ അത്രയും വിശാലതയുള്ള സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറും. ഉഇദ്ദത് ലിൽമുത്തഖീൻ. അല്ലാഹു തആല ഒരുക്കിവെച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? സൂക്ഷ്മതയിലൊക്കെ പറഞ്ഞാൽ ആരാണ്? الذين ينفقون في السراء والضراء. ചെലവഴിക്കും, സന്തോഷമുണ്ടാകുമ്പോൾ ഞെരുക്കം ഉണ്ടാകും. അല്ലെ, എല്ലാ അവസ്ഥയിലും അവർ ചെലവഴിക്കും. കാരണം അവർ പരലോകം ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത്. അല്ല, അവർക്ക് അവരുടെ അവസ്ഥ അതിനെ ബാധിക്കുകയില്ല. കാരണം അവര് ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ലക്ഷ്യം സ്വർഗം എന്നുള്ളത്, അത് നേടണമെന്നുള്ള ദൃഢനിശ്ചയം, അത് പ്രയാസമുണ്ടാക്കാൻ മാറും. ഒരാൾക്ക് പ്രയാസമെന്ന് വിചാരിച്ച് സ്വർഗമില്ലാതാകുന്നുണ്ട്, അതിനുള്ള ആഗ്രഹമില്ലാതാകുന്നുണ്ട്. അല്ലേ, ചെലവഴിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഒരാൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. ആ പരീക്ഷ കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് വലിയൊരു നേട്ടമാണ് എന്നുണ്ടെങ്കിൽ, വലിയൊരു സ്ഥാപനത്തിൽ അഡ്മിഷനോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു പനി വന്നു, ജലദോഷം വന്നു, അല്ലെങ്കിൽ രോഗം വന്നു, മാരകമായ രോഗം വന്നാൽ പോലും നമ്മൾ പറയാമോ ഹോസ്പിറ്റലിൽ കിടന്ന് ഐസിയിൽ കിടന്നിട്ട് പഠിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയും. കാരണം എന്താ, ഐസിയിൽ കിടന്നാലും വാർഡിൽ കിടന്നാലും വീട്ടിൽ കിടന്നാലും അവന്റെ മനസ്സിൽ ഈ ലക്ഷ്യത്തിന്റെ സ്ഥാനം ഇളകുന്നില്ല. അത് കാലത്തോളം കാലം അതിന്റെ ധനിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സ്വർഗം ലക്ഷ്യം വെക്കുന്ന കാലസമയത്തോളം സ്വർഗത്തിന്റെ ആ സ്ഥാനം, അതിനുള്ള ആഗ്രഹം, അത് നേടണമെന്ന നിശ്ചയം ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് الذين ينفقون في السراء والضراء. ഇല്ല, ഖുർആനിൽ ഓരോ വാക്കും അല്ലാഹു തആല ഉദ്ദേശപൂർവ്വം പ്രയോഗിക്കുന്നതാണ്. الذين ينفقون മാത്രം പറഞ്ഞില്ല, في السراء والضراء والكاظمين الغيظ. ദേഷ്യത്തെ, കോപത്തെ അടക്കി വെക്കും. والكاظمين الغيظ والعافين عن الناس. ജനങ്ങൾക്ക് വിട്ടു ചെയ്തു കൊടുക്കും. ദേഷ്യം നിയന്ത്രിച്ചാൽ പിന്നെ വിട്ടു ചെയ്യാൻ സാധിക്കും. والله يحب المحسنين. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ മറ്റൊരു ശബ്ദം കാണാം സൂറത്ത് അൽ അറാഫ്, അതിന് അവസാനത്തിൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിൽ. ഖുദിൽ അഫ്വ, അഫ്വ എന്ന് പറഞ്ഞാൽ എന്താണ് അഫ്വ എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള. അല്ലെ, സൂറത്ത് ബഖറയിൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് സദഖ ചെയ്യേണ്ടത്, ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. ഖുൽ അൽ അഫ്വ, അഫ്വാണ് ചെലവഴിക്കേണ്ടത്. അല്ലെ, എത്ര സദഖ ചെയ്യണം എന്ന് നിന്നോട് ചോദിക്കുന്നവരോട് പറയുക അൽ അഫു എന്ന് പറയുന്ന അളവാണ്, ആ എമൗണ്ടാണ് സദഖ. എന്താണ് അൽ അഫു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞ്, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ചെലവഴിക്കുക. അപ്പോൾ അഫു എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. പക്ഷെ ഇവിടെ എന്താണ് ഖുദിൽ അഫു എന്ന് പറഞ്ഞത്? അഫു സ്വീകരിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ നമ്മോട് പെരുമാറുന്ന അവരുടെ പെരുമാറ്റ രീതികൾ, അത് പലതരത്തിലായിരുന്നു. ആ പെരുമാറ്റ രീതികൾ എങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മോട് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ സ്വതക്ക പോലെയാണ്. അല്ലെ, സ്വതക്ക ഒരാൾ നമുക്ക് പണമായി തരുന്നു, പെരുമാറ്റം ഒരാൾ പ്രവൃത്തികളുടെ രൂപത്തിൽ, വാക്കുകളുടെ രൂപത്തിൽ നമുക്ക് തരുന്ന ഒരു സ്വതക്കയാണ് തരുന്നത്. അവരുടെ പെരുമാറ്റം സ്വതക്ക തരുന്ന ഒരാൾ അവന്റെ ചെലവ് കഴിഞ്ഞ്, അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവൻ തൃപ്തിപ്പെട്ട ഒരു തുകയാണ് തരിക. അത് പോരാന്ന് നമ്മൾ പറയും. സ്വതക്ക വാങ്ങുന്ന അവസ്ഥയിലാണ് നമ്മളെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാത്ത വെച്ചെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരാളെന്ന് നിഷേധിക്കും. ഇതിൽ കൂടുതൽ വേണമെന്ന് പറയും ഇല്ല, കാരണം അവൻ്റെതാണ്. അതുപോലെ പെരുമാറ്റം, ആളുകൾ പെരുമാറുന്നത് എങ്ങനെയാണ് അതങ്ങനെ സ്വീകരിക്കുക, എത്ര മതി എന്ന് പറഞ്ഞത് സ്വീകരിക്കുക. അതാണ് ഖുദ് അൽ അഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് സ്വഭാവ ശുദ്ധിയുടെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, സബറിന്റെ കാര്യത്തിൽ. കാരണം ഇത് ചെയ്താൽ, ഈ ഒരു പോളിസി സ്വീകരിച്ചാൽ നമ്മുടെ സ്വഭാവം എന്നാവും, സബർ നമുക്കുണ്ടാവും. നേരത്തെ അത് മനസ്സിൽ നിശ്ചയിക്കണം. ആളുകൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാണാൻ ഇന്ന ആളുകളുണ്ട്, നമ്മുടെ ഇന്ന ബന്ധുക്കൾ, ഇന്ന ഭാര്യ, മക്കൾ, ഭർത്താവ്, ആരാണെങ്കിലും അവർ എങ്ങനെയാണോ നമ്മോട് പെരുമാറുന്നത്, അള്ളാഹുവിന്റെ ദീനല്ലാത്തായിരിക്കും. നമ്മുടെ ഹക്ക്, നമ്മോടുള്ള ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ അത് എത്ര ആളുകൾ കിട്ടിയാലും ഞാനത് തൃപ്തിപ്പെടും എന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത് ഖുദിൽ അഫ്വ. അല്ലെ, പല ആളുകളും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ബന്ധങ്ങൾക്ക് വശത്താകുന്നത്. ചില ആൾക്കാർ ഉപ്പാനോട് തെറ്റിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉപ്പ നല്ല ആളായിരിക്കും, മകൻ നല്ല ആളായിരിക്കും. ഉപ്പ ഷാറാണ്, പക്ഷെ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പാക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഈ മകനോട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപ്പാക്ക് ഇന്നൊരു ഒരു സിഫത്തുണ്ട്, അതുള്ളതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് അടുക്കാത്തതെന്ന് പറയുന്നത്. അത് ഈ ആറ്റം നേരെതിരാണ്. ഖുദിൽ അഫ്വ. എന്തൊക്കെയാണ്